വിശേഷം സുഖമാണ് എല്ലാവർക്കും. ചായ കുടിച്ചോ? അപ്പം ഞാൻ ചായ കുടിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. ഈവനിങ് ഒരു 4:30 ആയിട്ടോ. അപ്പോൾ ഒരു 5:30 6 o'clock ഒക്കെ ആകുമ്പോഴേക്കും മോൻ വരും. അപ്പോൾ മോനുള്ള ഒരു സ്നാക്സ് ഉണ്ടാക്കുന്ന വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ? അപ്പോൾ വെളിയിലൊക്കെ നല്ല കാറ്റാട്ടോ, അത്യാവശ്യം നല്ല തണുപ്പുള്ള കാറ്റ്, ഒരു സുഖമുള്ള കാറ്റ്. അത് നമുക്ക് ഈ തണുപ്പിൽ കഴിക്കാൻ പറ്റിയൊരു സ്നാക്കാണ്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ. ഒരു കുക്കറിൽ കുറച്ച് എണ്ണയും ബട്ടറും ആഡ് ചെയ്ത് കൊടുക്കുക. അതിലോട്ട് കുറച്ച് വെളുത്തുള്ളി, ആവശ്യത്തിന് പച്ചമുളകും സവാളയും കൂടി ആഡ് ചെയ്യുക കേട്ടോ. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. ആ പച്ചമണം മാറാൻ വേണ്ടിയിട്ടാണേ. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അതിലോട്ട് കുറച്ച് ടൊമാറ്റോ ആഡ് ചെയ്യുക. എന്നിട്ട് കുറച്ച് മസാലകൾ, ഉപ്പ്, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, നമുക്ക് ഇഷ്ടമുള്ള മസാലാസ് നമുക്ക് ആഡ് ചെയ്യാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം കേട്ടോ. എന്നിട്ട് ഇനി അതൊന്ന് വേവട്ടെ. വെന്തതിന് ശേഷം നമുക്ക് കുറച്ച് ക്യാപ്സിക്കം, വെജിറ്റബിൾ, ക്യാരറ്റ്, നമുക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് ആഡ് ചെയ്യാം കേട്ടോ. വേണമെങ്കിൽ കുറച്ച് ടൊമാറ്റോ സോസും ആഡ് ചെയ്യാം. പിന്നെ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അതൊന്ന് നന്നായിട്ട് വെന്തതിന് ശേഷം ചൂടുവെള്ളത്തിൽ പാസ്ത കഴുകിയിട്ട്, മക്രോണി കഴുകിയിട്ട് ആഡ് ചെയ്യുക. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് കുക്കർ നിറച്ച് ഒരു 3 വിസിൽ വരട്ടെ കേട്ടോ. എന്നിട്ട് നന്നായിട്ട് മല്ലിയിലയോ ഗാർണിഷ് ചെയ്യണം വെച്ചാൽ മതി കേട്ടോ, നിർബന്ധമൊന്നുമില്ല. അപ്പോൾ അതിട്ട ഒരു സ്പെഷ്യൽ ടേസ്റ്റ് മണമൊക്കെയാണ്. അപ്പം എൻ്റെ മോന് ഇത് ഭയങ്കര ഇഷ്ടമുള്ള റെസിപ്പിയാണ്. ഞാൻ മോനങ്ങനെ പുറത്തുനിന്ന് പാസ്ത വാങ്ങിച്ച് കൊടുക്കാറില്ല. അവൻ്റെ ഫേവറേറ്റ് റെസിപ്പിയാണത്. അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. അത്യാവശ്യം കുഴപ്പമില്ലാത്ത റെസിപ്പിയാണ്. ഞാൻ ട്രൈ ചെയ്തിട്ട് പാളി പോകാത്ത ഒരു റെസിപ്പിയാണ് കേട്ടോ. അപ്പം മോനിത് ഭയങ്കര ഇഷ്ടമാണ്. മോന് അങ്ങനെ ഞാൻ ഫാസ്റ്റ് ഫുഡ് അങ്ങനെ എൻ്റർടൈൻ ചെയ്യാറില്ല. അപ്പോൾ മാക്സിമം അവൻ ഫാസ്റ്റ് ഫുഡ് എന്തെങ്കിലും വേണമെന്ന് പറഞ്ഞാൽ ഞാൻ എവിടെയെങ്കിലുമൊക്കെ നോക്കിയിട്ട് റെസിപ്പി തപ്പി പിടിച്ച് ഞാൻ ട്രൈ ചെയ്യും. കാര്യം ഫാസ്റ്റ് ഫുഡ് ആകുമ്പോൾ അവർ എന്തൊക്കെ മസാലാസ് ചേർക്കണമെന്ന് അറിയില്ലല്ലോ. വയറുവേദനയൊക്കെ വരാൻ ചാൻസ് ഉള്ളതുകൊണ്ട് ഞാനങ്ങനെ എൻ്റർടൈൻ ചെയ്യാറില്ല. അപ്പം എല്ലാവരും ഇതൊന്നും ട്രൈ ചെയ്ത് നോക്കും. പാസ്ത അത്ര ഗുഡാണെന്നൊന്നും ഞാൻ പറയുന്നില്ല, പക്ഷേ വൺസ് ഇൻ എ വൈൽ അത് നല്ലതാണ്. അപ്പം എപ്പോഴെങ്കിലുമൊക്കെ കുട്ടികൾക്ക് എൻജോയ് ചെയ്യാം. അവർക്ക് ഇഷ്ടമുള്ള ഫുഡ് നമ്മൾ ഉണ്ടാക്കി കൊടുക്കണ്ടേ. എല്ലാം നമ്മളുടെ ഇഷ്ടത്തിന് മാത്രമേ പാടുള്ളൂ നമ്മൾ പറയാൻ പറ്റില്ലല്ലോ. നൂഡിൽസോ അല്ലെങ്കിൽ പാസ്തയൊക്കെ ഇടയ്ക്ക് എപ്പോഴെങ്കിലുമൊക്കെ ട്രൈ ചെയ്യുന്നത് തെറ്റില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. ഞാനും എന്നെ ചീത്ത വിളിക്കാൻ വന്നേക്കരുത്. അപ്പം ഏകദേശം ഇപ്പോൾ ഒരു 6 മണിയാവണം കേട്ടോ. ഇതുവരെ വന്നിട്ടില്ല. ട്യൂഷൻ കഴിഞ്ഞ് വരാണ്ടാവണതേ ഉള്ളൂ. ഈവനിങ് ഒരു 6:30 ഒക്കെ ആകുമ്പോൾ കേട്ടോ. പക്ഷേ വെളിയിൽ ഇരുട്ടൊന്നും അത്രയും ആയിട്ടില്ല. സ്ട്രീറ്റ് കാണാൻ ഈ സമയത്ത് നല്ല ഭംഗിയാട്ടോ. സൂര്യാസ്തമയം നടക്കുന്ന ഒരു ടൈമല്ലേ. അപ്പോൾ ഒരു ആകാശവും അതേപോലെ സ്ട്രീറ്റ് മൊത്തത്തിൽ കാണാൻ നല്ല ഭംഗിയാണ്. 4 മണിക്കൊക്കെ സ്കൂള് വിട്ട കുട്ടികളിപ്പോൾ കളിക്കാനൊക്കെ വന്നു തുടങ്ങി കേട്ടോ. കളിച്ചുകൊണ്ടിരിക്കുകയാണ്. മോന് ഇതുവരെ എത്തിയിട്ടില്ല. എത്താൻ സമയമാവണം കേട്ടോ. ആവണേ ഉള്ളൂ. ഇപ്പോൾ വരുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇത് ഞാനിന്ന് മീഷോന്ന് വാങ്ങിച്ചതാട്ടോ. ചെറുതായിപ്പോയി. ഞാൻ പ്രതീക്ഷിച്ച വലിപ്പം ഉണ്ടായിരുന്നില്ല. നമ്മൾ പറയാണ്ടിരിക്കാൻ പറ്റില്ലല്ലോ. പ്രതീക്ഷിച്ച വലിപ്പം ഉണ്ടായിരുന്നില്ല അതിന്. പക്ഷേ ഇത് 6 എണ്ണം കൂടിയിട്ട് എനിക്ക് 100 രൂപയ്ക്കാട്ടോ കിട്ടിയത്. അപ്പം പിന്നെ പ്രൈസിനനുസരിച്ചുള്ളതല്ലേ ഉള്ളൂ. അപ്പം നമ്മളത് വല്ലാണ്ട് എക്സ്പെക്റ്റ് ചെയ്യാൻ പാടില്ലല്ലോ. അപ്പോൾ എന്നിട്ട് കുഴപ്പമൊന്നുമില്ല. കാണാൻ ഒരു ഭംഗിയൊക്കെ ഉണ്ട്. എനിക്ക് വീഡിയോസിനൊക്കെ ചെയ്യുമ്പോൾ കുറച്ച് ഭംഗി വരാൻ വേണ്ടി വാങ്ങിച്ചതാണ്. പ്ലാസ്റ്റിക്കാണ് കേട്ടോ, ഒറിജിനലല്ല. അപ്പോൾ 107 ആയിരുന്നു കേട്ടോ മീഷോയിൽ വന്നത്. അപ്പോൾ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ പറയൂ, ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് ഇടാം. ഇത് വന്നിട്ട് പെയ്ഡ് കൊളാബൊന്നുമല്ല കേട്ടോ. ഞാൻ വാങ്ങിച്ചത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തേ ഉണ്ടാവുള്ളൂ. ചെറിയ ബിസിനസ്സൊക്കെ ചെയ്യുന്നവരുണ്ടാവില്ലേ, അവർക്ക് വന്നിട്ട് ഈ പ്രോഡക്റ്റ്, ഈ ജ്വല്ലറി ബിസിനസ്സൊക്കെ ചെയ്യുന്നവർക്ക് ഇങ്ങനെ അടുത്ത് വെച്ചിട്ട് ഇങ്ങനെ വീഡിയോസൊക്കെ എടുക്കാം, റീൽസൊക്കെ എടുക്കുകയാണെങ്കിൽ അത് കുറച്ചുകൂടി കളർഫുള്ളായിരിക്കും. ഇതിൽ തന്നെ പല കളറുണ്ട് കേട്ടോ. നമുക്ക് റെഡ് കളർ ഫ്ലവേഴ്സൊക്കെ വരണം. അതിന് ഇത്തിരി കോസ്റ്റ്ലി ആയതുകൊണ്ട് ഞാൻ വാങ്ങിച്ചില്ല. അപ്പം ഞാൻ പൊതുവേ ചീപ്പായിട്ട് ഇങ്ങനത്തെ ഡെക്കറേറ്റീവ് ഐറ്റംസൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ വാങ്ങിക്കുന്ന ആളാണ് കേട്ടോ. അപ്പം ഇതൊക്കെ തൊട്ടാലൊക്കെ കീഴ് വീഴും. അത്ര വിലയൊക്കെ ഉള്ളൂ കേട്ടോ. ചെറുതല്ലേ. അപ്പം അത്രയൊക്കെ ഉള്ളൂ കേട്ടോ. ചായ വേണോ എല്ലാവർക്കും? ചായ കുടിച്ചോ എല്ലാവരും? മോൻ വന്നു, പുറത്ത് കളിക്കാൻ പോയിട്ടുണ്ട്. അപ്പം അത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണുമായിരിക്കും. ടാറ്റാ.